നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരിതബാധിത പ്രദേശങ്ങളിൽ നടത്തിയ ജനകീയ തെരച്ചിലിൽ ആനയിടിക്കാപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാനായില്ല. തിരച്ചിലിൽ ഇറങ്ങിയ 8 പേരെയും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ PPE കിറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നൽകാത്തതിനാൽ മൃതദേഹം കൊണ്ടുവരാനായില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടെത്തിയ 4 മൃതദേഹങ്ങളാണ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മാറ്റാൻ കഴിയാതെ വന്നത്. PPE കിറ്റുകൾ നൽകിയില്ല. കവറുകളും ഗ്ലൗസും മാത്രമാണ് നൽകിയത്. അതുപയോഗിച്ച് മൃതദേഹങ്ങൾ കൊണ്ടുവരാനാകില്ലെന്നാണ് തങ്ങൾ അറിയിച്ചതായും സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. 4 മൃതദേഹങ്ങളും ഇപ്പോഴും സൂചിപ്പാറയ്ക്ക് താഴെയുള്ള സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇവ അഴുകിയ നിലയിലാണെന്നും സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. വിഷയത്തിൽ പ്രതികരണവുമായി ജില്ലാ ഭരണകൂടം പിന്നീട് രംഗത്തെത്തി. സമയം വൈകിയതിനാൽ മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പ്രതികരിച്ചത്. ഇന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നും കളക്ടറുടെ ഓഫീസ് അറിയിച്ചിരുന്നു. രാവിലെ 9:50ഓടെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരം സന്നദ്ധ പ്രവർത്തകർ അധികൃതരെ അറിയിച്ചത്. ജീർണിച്ച ശരീരമാണ് സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയത്. ഒരു മൃതദേഹ ഭാഗം മരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇന്ന് വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത പ്രദേശങ്ങളിൽ തെരച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. സന്നദ്ധ പ്രവർത്തകർ, തിരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി 3 മണിക്കൂർ സന്ദർശനം നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സന്ദർശന സമയത്ത് തിരച്ചിൽ ബുദ്ധിമുട്ടാകുമെന്ന് SPG അറിയിച്ചിട്ടുണ്ട്. ബെയിലി പാലം വരെ പ്രധാനമന്ത്രി സന്ദർശിക്കും. കൂടാതെ ക്യാമ്പും കളക്ടറേറ്റും സന്ദർശിക്കും. ദുരന്തത്തെ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുനർനിർമ്മാണത്തിന് മാത്രം 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാകും അദ്ദേഹത്തെ സ്വീകരിക്കുക. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിൽ രാവിലെ 11 മണിയോടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി. വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോകുന്നത്. ഇതിനായി വ്യോമസേനയുടെ 3 ഹെലികോപ്റ്ററുകൾ ഇന്നലെ തന്നെ കണ്ണൂരിലെത്തിയിരുന്നു. ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും കഴിഞ്ഞ ദിവസം പ്രത്യേക വിമാനത്തിൽ എത്തിച്ചിരുന്നു. വയനാട് ഉരുൾ ദുരന്തവുമായി 11ാം നാൾ പിന്നിട്ടപ്പോഴായിരുന്നു ജനകീയ തെരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സൂചിപ്പാറയിലെ ദുർഘട മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദുരന്ത മേഖലയിലെ കഴിഞ്ഞ ദിവസത്തെ ജനകീയ തെരച്ചിൽ അവസാനിച്ചിരുന്നു. ഞായറാഴ്ച വീണ്ടും തുടരും. കാണാതായത് 133 പേരെ എന്നാണ് ഔദ്യോഗിക കണക്ക്. ജനകീയ തെരച്ചിൽ നടന്ന മേഖലയിൽ നിന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഒരു ഭാഗത്ത് ജനകീയ തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് സൂചിപ്പാറയിലെ അപകട സാധ്യത കൂടിയ സ്ഥലത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരും ദൌത്യ സംഘവും ചേർന്ന് ശ്രമകരമായ ദൌത്യത്തിലൂടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. NTRF, ഫയർഫോഴ്സ്, പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരുമാണ് ജനകീയ തെരച്ചിലിൽ അണിനിരുന്നത്. ദുരന്തത്തിൽ കാണാതായ പരമാവധി ആളുകളെയും കണ്ടെത്താൻ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ശ്രമിക്കുക എന്ന ദൌത്യവുമായാണ് ജനകീയ തെരച്ചിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.